मुसाफिर हूँ यारो ना घर है ना ठिकाना. ശ്വേത ചേച്ചി घर जा रही हूँ. വീട്ടിലേക്ക് പോകുവാണ്. ട്രെയിൻ ലേറ്റാ. അപ്പൊ എന്തായാലും സമയമുണ്ട്. എന്നാ പിന്നെ നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് പോയാലോ? കുട്ടി ചേട്ടാ തുടങ്ങട്ടെ? ഓക്കെ. അപ്പോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അന്നു, ദ ഹിന്ദിക്കാരി മലയാളി. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഇസ് എ ജേർണി, ജീവിതം ഒരു യാത്രയാണ്. പക്ഷെ ഞാൻ യാത്രയെ ജീവിതമാക്കിയ മുതലാണ്. ഏത് ജില്ല അറിയത്തില്ല, ഏത് റെയിൽവേ സ്റ്റേഷൻ അറിയത്തില്ല, അറ്റ്ലീസ്റ്റ് ഏത് ചായക്കട അതും അറിയത്തില്ല. സലീം കുമാർ ചേട്ടൻ പറഞ്ഞ പോലെ ചിലപ്പോൾ തോന്നും നീ ഒരു ബംഗാളിയാണെന്ന്. ആഹാ, ചിലപ്പോൾ തോന്നും നീ ഒരു മലയാളിയാണെന്ന്. ഓഹോ, സത്യത്തിൽ നീ ആരാണെന്ന് ചോദിച്ചാൽ പക്ഷേ ബംഗാളി ആയാലും മലയാളി ആയാലും ഇന്ന് നമ്മൾ എല്ലാവരും കോമഡി മാസ്റ്റേഴ്സിലെ സഞ്ചാരികളാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചോണ്ടും ചിരിപ്പിച്ചോണ്ടിരിക്കുന്ന സഞ്ചാരികൾ. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് യാത്ര ഓർമ്മയുണ്ടോ? ഉണ്ടാവാൻ ചാൻസ് ഇല്ല ശ്രീവിദ്യ കുട്ടി. കാരണം അന്ന് നമ്മൾ റീലോ സെൽഫിയോ ലഗേജോ എന്തിന് ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ അമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്തോട്ട് വരാൻ നടത്തിയ സ്ട്രഗിൾ ആയിരുന്നു നമ്മളുടെ ലൈഫിലെ ഫസ്റ്റ് യാത്ര. ചേച്ചി, പൊതുവെ ഞാൻ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആണ്. ഹാഷ്ടാഗ് യാത്രകളെ പ്രണയിച്ചവൾ. ബ്രാക്കറ്റിൽ 50 ഷർദിലും. മൂന്നാർക്ക് പോകാൻ വേണ്ടി 300 പ്രാവശ്യം ഛർദ്ദിച്ചിട്ട് പൂക്കി കാണിച്ചിട്ട് റോഡ് സൈഡിൽ നിന്ന് സെൽഫി എടുക്കുന്നവളാണ് ഈ ഞാൻ. ശരിക്കും പറഞ്ഞാൽ യാത്രയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഞാൻ എക്സാം റിസൾട്ട് വന്നപ്പോഴാണ്. അതായത് 10ാം ക്ലാസ്സിൽ 4 സബ്ജക്റ്റിൽ പൊട്ടിയപ്പോഴാണ് ഞാൻ നാട് വിടാൻ തീരുമാനിച്ചത്. പക്ഷേ വീട്ടുകാർ എതിർത്തു. പിന്നെ ഞാൻ വീട്ടിൽ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ എതിർത്ത വീട്ടുകാർ തന്നെ എന്നോട് നാട് വിട്ടോളാൻ പറഞ്ഞു. സില്ലി പീപ്പിൾ. ഒരു ഫേസിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ട് ഞാൻ വിചാരിച്ചു സോളോ ട്രാവൽ പോയാൽ ലൈഫ് ചേഞ്ച് ആകുമെന്ന്. ചേഞ്ച് ആയി ഗൈസ്. എന്റെ ബാങ്ക് ബാലൻസ് ഫുൾ ഖാലിയായി. പക്ഷേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സോളോ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മണാലിക്ക് ട്രെയിൻ കയറി. അർജുൻ ചേട്ടാ, ഈ സെലിബ്രിറ്റീസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പം ചെവിയിലൊരു ഹെഡ്സെറ്റും കയ്യിലൊരു ബുക്കൊക്കെ പിടിച്ചിട്ട് ട്രാവൽ ചെയ്യുന്നത് കാണുമ്പോൾ ക്ലാസ് ലുക്കാണ്. അങ്ങനെ ആ ലുക്ക് കിട്ടാൻ ഞാനും ഒരു ബാലറമയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ട്രെയിനിലെ വിൻഡോ സീറ്റിൽ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുമായിരുന്നു. ശ്വേത ചേച്ചി, അപ്പൊ തന്നെ ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന്. എന്നെ കണ്ണി കണ്ട ചെറുക്കന്മാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് എക്സ്ക്യൂസ് മീ ഞാൻ മൈൻഡ് ചെയ്യണോ കുട്ടി ചേട്ടാ? പൊന്നെ, എന്റെ ബാലറമ്മയാണ് സത്യം, ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പൊ അയാൾ എന്നോട് വീണ്ടും എക്സ്ക്യൂസ് മീ. ഞാൻ പറഞ്ഞു സോളോ ട്രാവൽ ചെയ്യുവാണ് മിസ്റ്റർ, ഫ്രണ്ട്ഷിപ്പിനോ റിലേഷൻഷിപ്പിനോ എനിക്ക് താല്പര്യമില്ല, വേറെ ആളെ നോക്കി ആകെ പെടും. അപ്പൊ അയാൾ എന്നോട് പറയുവാ, പെണ്ണുമ്പോളെ നീ എവിടെ വേണമെങ്കിലും ഇപ്പോൾ ടിക്കറ്റ് കാണിച്ചിട്ട് പോയാൽ മതി. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഒരു ഹണിമൂൺ ട്രിപ്പ് പോകാൻ. വിപിൻ എന്നോട് പറഞ്ഞു, അന്നു നമ്മളുടെ ഹണിമൂൺ ട്രിപ്പ് ലൈഫ് ലോങ് ഓർത്ത് വെക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആവണം എന്ന്. അങ്ങനെ ഞങ്ങൾ ലോൺ എടുത്തിട്ട് പോയത് മലേഷ്യക്ക്. വാട്ട് എ റൊമാൻറ്റിക് ട്രിപ്പ് ഇറ്റ് വാസ്. 10 വർഷമായി പക്ഷെ ഞാൻ ആ ട്രിപ്പ് പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ മാസം 4-ാം തീയതി ബാങ്കിൽ നിന്ന് മെസ്സേജ് അടിച്ചേ ലോൺ അടിക്കട മക്കളെ. അങ്ങനെ ലോൺ എടുത്ത് മുടിഞ്ഞു പോയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഒറ്റയ്ക്ക് പോയാൽ ഒറ്റയ്ക്ക് പെടും, കുടുംബക്കാരുടെ കൂടെ പോകാമെന്ന്. ഈ കുടുംബക്കാരുടെ കൂടെ പോകുന്ന ചില യാത്രകളുണ്ട്, എസ്പെഷ്യലി ട്രെയിൻ യാത്രകൾ. പൊതിച്ചോറ്, ഉണ്ണിയപ്പം, പച്ച ബോട്ടിലിൽ കരിങ്ങാലി വെള്ളം. രാവിലെ തൊട്ട് രാത്രി വരെ പാട്ട്, കൂത്ത്, ചീട്ടുകളി എല്ലാമായിട്ട് അന്ന് വരാത്ത ബന്ധുക്കാരുടെ പരദൂഷണം പറച്ചിലുമായിട്ട് ഒരു ദിവസം അങ്ങ് പോകുന്നതേ അറിയത്തില്ല. രാത്രി ആകുമ്പം സീൻ മാറും. ഈ പൊതിച്ചോറിന്റെ മണം നൈസായിട്ട് മാറിയിട്ട് അമ്മാമ്മയുടെ കുഴമ്പിന്റെ മണം കയറി. ലൈറ്റ് ഓഫ് ആക്കിയാ പിന്നെ ശ്മശാനം മൂകുത മാത്രമല്ല കാഴ്ചയും. വെള്ള ബെഡ്ഷീറ്റ് പൊതിച്ച് എല്ലാവരും കിടക്കുന്നത് കാണുമ്പം ആത്മാക്കളുടെ സംഗമം വായിക്കാൻ. എന്റെ പൊന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചേട്ടന്മാരെ, കാലം എത്ര മാറി, എത്ര ചേഞ്ചസ് വന്നു. മലയാളം ചാനലിൽ ഹിന്ദിക്കാർ വന്ന് മലയാളത്തിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. ഇനിയെങ്കിലും ആ ബെഡ്ഷീറ്റിന്റെ കളർ ഒന്ന് മാറ്റിക്കൂടെ? ഒരുമാതിരി ലോ ബഡ്ജറ്റിൽ ഹൊറർ സിനിമ കാണുന്നേ. പക്ഷെ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പം നമ്മൾക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് അതിൽ കൂടെ പോകുന്ന ചായയും കാപ്പിയും വടയൊക്കെയാണ്. ഈ ലോകത്ത് മിമിക്രി അറിയാത്തവർ പോലും ഒരു പ്രാവശ്യമെങ്കിലും ഇവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ചായ ചേട്ടന്റെ ഒറിജിനൽ വോയിസ് എന്തായിരിക്കും? ഇപ്പൊ നോർമൽ ആയിട്ട് അലീനെ ഒരു ചായ കുടിക്കുമോ എന്നായിരിക്കോ? അതോ സ്വന്തം വീട്ടിലും അമ്മ ചാറ് ചാറ് എന്നായിരിക്കോ? ഇതിന്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ് ഫ്ലൈറ്റ് യാത്രയിൽ കാണാൻ കിട്ടാം.
ഫ്ലൈറ്റിൽ ചായ വിൽക്കാൻ വരുന്ന എയർ ഹോസ്റ്റസ്മാർ സ്വന്തം വീട്ടിൽ പല്ലും തേക്കാതെ തലയും ചൊറിഞ്ഞുകൊണ്ട് ചോറായ അമ്മ എന്ന് പറയുന്നവരായിരിക്കും. എന്താ മോൾ എയർ ഹോസ്റ്റസ് ആയി ഇരിക്കുന്ന ഈ ഫ്ലൈറ്റിലെ അമ്മ ഒന്ന് കയറി നോക്ക്. സീറ്റ് നമ്പർ കിട്ടുന്നതിന് മുന്നേ മോൾ എത്തും. മാം വുഡ് യു ലൈക്ക് ടു ഹാവ് സം ടീ ഓർ കോഫി? ആ സ്നേഹവും ആ ഇംഗ്ലീഷും കണ്ടിട്ട് അമ്മ ഒന്ന് പേടിക്കും. ദൈവമേ കിഡ്നി വല്ലതും ചോദിക്കാനാണോ പോകുന്നത്? അതേപോലെ കോമൺ ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ. ചേട്ടാ ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിൽ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിനോ ഹോസ്പിറ്റലിനോ മോളിനോ ഏത് ഗുദാമിനോ ഒരു മനുഷ്യ ശരീരം റോട്ടിലൊന്ന് എത്തിച്ചു നോക്കിയാൽ മതി. ഒരു ലോഡ് ഓട്ടക്കാർ പറഞ്ഞെത്തും. ഓ ചേച്ചി, ഓ ദീദി കാജാകെ മാഡം, സോറി മലയാളം. ഓ ചേച്ചി എങ്ങോട്ടേക്കാ പോണേ ചേച്ചി, കേറിയിരിക്കും ചേച്ചി എന്ന് പറഞ്ഞ് നമ്മൾ പിന്നാലെ നടക്കും. നോട്ടി ബോയ്സ്. പക്ഷെ കേരളത്തിലെ ഓട്ടോക്കാർ അങ്ങനെയല്ല. ഇവിടുത്തെ ഓട്ടോ ചാട്ടന്മാർ രാവിലെ തന്നെ ഓട്ടോ എടുത്തിട്ട് കറങ്ങാൻ ഇറങ്ങിക്കുവാണ്. അത്യാവശ്യത്തിന് ഒരെണ്ണം കിട്ടത്തില്ല. ഇനി കിട്ടിയാലും ചേട്ടാ എടപ്പള്ളി എന്ന് പറഞ്ഞാൽ പറയും മോളെ നേരെ പോയിട്ട് റൈറ്റ് എടുത്താൽ മതി. അല്ല ചേട്ടാ എടപ്പള്ളിക്ക് പോകൂന്ന് ചോദിച്ചാൽ പറയും ഓ ഞാൻ പോണില്ല മോളെ നീ പോയിട്ട് വന്ന് പറഞ്ഞ അവിടെ ഉറങ്ങും. പക്ഷെ നമ്മുടെ നാട്ടിൽ റിയൽ യാത്ര എന്ന് പറയുന്നത് ഈ ട്രെയിനോ ഫ്ലൈറ്റോ ഒന്നുമല്ല. ഒരു മലയാളി ശരിക്കും ഒരു മലയാളി ആവണമെങ്കിൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും KSRTC ബസ്സിൽ യാത്ര ചെയ്യണമെന്നാണല്ലോ. ഇവിടെ നിങ്ങൾ എല്ലാവരും ബസ്സിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടോ? ലക്കി ഐ മസ്റ്റ് സേ. കാരണം ചേച്ചി ഞാൻ കുറേ പ്രാവശ്യം ബസ്സിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതായത് 50 സീറ്റുള്ള ബസ്സിൽ നമ്മുടെ സർക്കാരിന്റെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ 500 പേരൊക്കെ ഈസി ആയിട്ട് കയറും. ഫോറിൻ കൺട്രീസിലെ ബസ്സൊക്കെ കാണണം. ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോലും ഉണ്ടാവത്തില്ല ഇത്രയ്ക്കും ഡിസിപ്ലിൻ. സിറ്റ് സ്ട്രേറ്റ്, നോ സ്റ്റാൻഡിങ്, നോ വേക്കൻസി ഇഫ് ബസ് ഇസ് ഫുൾ. പക്ഷെ കേരളത്തിലെ ചേച്ചിമാരൊക്കെ ബസ്സിൽ കയറുന്നത് തന്നെ കവലിൽ ഒരു 2 പ്ലാസ്റ്റിക് കവർ, ഒരു നനഞ്ഞ കുട, പിന്നെ ഒക്കത്തൊരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടാണ്. എന്നാൽ ഇതെല്ലാം എടുത്തു വെക്കുന്നത് ഇരിക്കുന്ന പാസഞ്ചറിന്റെ മടിയിലാണ്. നിങ്ങൾ ഇരുന്നിട്ട് പോയാലും നിന്നിട്ട് പോയാലും തൂങ്ങിയിട്ട് പോയാലും ടിക്കറ്റ് റേറ്റ് എല്ലാവർക്കും സെയിം തന്നെയാണ്. ഇപ്പൊ പിന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആയതുകൊണ്ട് ഓരോ അമ്മമാരൊക്കത്തൊരു കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് കയറുന്നത്. എന്നാൽ ഈ ഒക്കത്ത് ഈ കുഞ്ഞ് ഇരിക്കുവോ? ഇല്ല. ഇരിക്കുന്നവരുടെ മടിയിൽ അങ്ങ് വെച്ച് കൊടുക്കും. ഇരിക്കുന്നവർക്കുള്ള ശിക്ഷ. അമ്മമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ശ്വേത ചേച്ചി പണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അമ്മയുടെ കോൾ വരും 6 മണിയാകുമ്പം. നീ എവിടെ എത്തിയിടി? ബസ്സിൽ കയറിയോ? 7 മണിക്ക് മുന്നേ വീട്ടിലെത്തിയില്ലെങ്കിൽ നാളെ തൊട്ട് വീട്ടിൽ നിന്ന് നീ പുറത്തോട്ട് ഇറങ്ങരുത്. നിങ്ങൾ ഓഫീസിലാണോ, ഷോപ്പിംഗിലാണോ, ഷൂട്ടിങ്ങിലാണോ, ഡിപ്രഷനിലാണോ, 7 മണിക്ക് മുന്നേ പെരക്കാത്തോട്ട് കയറി. പക്ഷെ ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം അമ്മ ഒരു 3 ദിവസത്തേക്കുള്ള ഫുഡ് പാർസൽ ചെയ്ത് തരും, പാക്ക് ചെയ്ത് തരും. 1 വർഷത്തേക്കുള്ള അച്ചാറും. അച്ഛൻ കൈ പിടിച്ച റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഈ കയ്യിൽ തന്നിട്ട് പറയും ഇരിക്കട്ടെ മോളെ, യാത്രയല്ലേ, എന്തെങ്കിലും ആവശ്യം വരും. പണ്ട് ഇതേ തന്തപ്പടിയോട് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ട്രിപ്പിന് പോകാൻ 1000 രൂപ ചോദിച്ചപ്പം 500 രൂപയിലെ സമ്മതിച്ചിട്ട് 200 രൂപ തന്ന അതിന്റെ കണക്ക് ചോദിച്ച മുതലാണ്. ഇപ്പൊ കണ്ണിലെ വിഷമമൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് എന്റെ ട്രെയിൻ അങ്ങോളം പോകുന്നവരെയും ടാറ്റയും കാണിച്ച് അവിടെ നിൽക്കും. എന്നിട്ട് ഫുൾ ലൈഫ് ട്രാക്കിംഗ് ആണ്. മോൾ എവിടെ എത്തി? ഫുഡ് കഴിച്ചോ? എന്റെ മോൾ ഓക്കെ അല്ലേ? വീട്ടിലെത്തിയിട്ട് ഒരു കോൾ ചെയ്യണേ. അമ്മ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ശ്വേത ചേച്ചി, നമ്മളിപ്പോൾ എത്ര വലിയ യാത്ര ചെയ്താലും എത്ര വലിയ വണ്ടിയിൽ കയറിയാലും ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഏതിൽ കയറിയാലും പണ്ട് അച്ഛൻ്റെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മഴയും കാറ്റും വെയിലൊക്കെ മുഖത്തടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടായിരുന്നു. ആ സുഖത്തിൻ്റെ അത്രയും ഒരു യാത്രയിൽ നമുക്ക് വരത്തില്ല. ആ സ്നേഹവും കരുതലുമുള്ള ആ ജനറേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ 4 വരി പറഞ്ഞ് എൻ്റെ യാത്ര അങ്ങ് തുടങ്ങുന്നു. വിത്ത് യുവർ പെർമിഷൻ ചേച്ചി. സോ ഐസ് കിയാ ഹെ. യാത്ര ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും വീട്ടിലേക്കുള്ള മടങ്ങിവരവാണ് ഏറ്റവും വലിയ യാത്ര. കാരണം യാത്ര തുടങ്ങിയതും അവിടെ, അവസാനിച്ചതും അവിടെ. യാത്ര പഠിച്ചതും അവിടെ, പഠിപ്പിച്ച് തന്നവരും അവിടെ. യാത്രയെ സ്നേഹിച്ചതും അവിടെ, സ്നേഹിച്ചവരെ കാത്തിരിക്കുന്നതും അവിടെ. യാത്ര ഒരു കഥയാണ്. യാത്ര ഒരു ലക്ഷ്യമാണ്. യാത്ര ഒരു മടങ്ങിവരവാണ്. മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. അന്നുവിന്റെ ഈ യാത്ര ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എപ്പോഴും. അന്നു ഒരു വെരി ബ്യൂട്ടിഫുൾ. ഐ എം ലൈക്ക് സ്പെൽ ബൗണ്ട്. നമ്മളെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ചെടുത്ത് തന്നു തന്നെ താങ്ക് യു. എൻ്റെ അടുത്ത് അനു ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻറ്ററപ്റ്റ് ചെയ്യല്ല.
ഓർമ്മയുണ്ടോ ആദ്യത്തെ ഒരു ട്രാവലിന്? എൻ്റെ 6ാമത്തെ വയസ്സിൽ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകുടുംബം എല്ലാവരും ഒരുമിച്ച് അടുത്തടുത്താണല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ആരൊരു വലിയ യാത്രയ്ക്ക് പോയാലും വീട്ടിൽ നിന്ന് എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് ടാറ്റ പറയാനായിട്ട്. അങ്ങനെ എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയും പൂനെക്ക് പോവാണ്. പൂനെയിലാണ് വല്യമ്മ, മമ്മിയുടെ ചേച്ചി. ഞാനും പോയി എൻ്റെ പപ്പയുടെ അമ്മയുടെയും കൂടെ. അവിടെ എത്തിയിട്ട് എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയും കൂടി കയറി പോകണിട്ട് വിശ്വസിക്കുമെന്നറിയില്ല, ആ ഡ്രസ്സിൽ വാശി പിടിച്ച് ഞാനും അപ്പൂപ്പൻ്റെ അമ്മമ്മയും കൂടെ പൂനെക്ക് പോയി. അതാണ് എൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ യാത്ര. അത് കഴിഞ്ഞിട്ട് പൂനെയിൽ എത്തിയിട്ടാണ് ഡ്രസ്സ് വാങ്ങിക്കണത്. ബാക്കി കാര്യങ്ങളെല്ലാം ഒരു 10-15 ദിവസത്തേക്ക്. അതൊക്കെ ഇപ്പോൾ ഓർമ്മിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. ഇതുപോലത്തെ ആദ്യത്തെ യാത്രയുടെ അനുഭവം എനിക്കുണ്ട് കേട്ടോ. ഞാൻ പണ്ട് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിറങ്ങുന്ന സമയത്ത്. ഇതുപോലെ ഒരു ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് ടി വിയിൽ സിനിമ ഇടുമല്ലോ, സിനിമയിൽ ഇങ്ങനെ ട്രെയിൻ കണ്ടിട്ട് ഞാനിങ്ങനെ ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞ ആഗ്രഹം പറഞ്ഞപ്പോൾ അന്നത്തെ വൈകുന്നേരം എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. പപ്പ എന്നെ വൈകുന്നേരം ആയപ്പം ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് റെഡിയായി ട്രിവാൻഡ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി കണിയാപുരം വരെ പോയി അവിടെ ഇറങ്ങി അടുത്ത ട്രെയിനിൽ നിന്ന് അവിടെ തിരിച്ച് പേട്ടയിൽ വന്ന് വീടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി. അതുപോലെ പണ്ട് ഞാൻ എപ്പോഴും കല്യാണത്തിനൊക്കെ മുമ്പ് ചേച്ചി പപ്പയായിട്ട് എപ്പോഴും യാത്ര ഫുള്ള് ബൈക്കിലായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. ഇന്ന് പപ്പയ്ക്ക് പ്രായമൊക്കെ ഇപ്പൊ എന്നെ ബാക്കി ഇരുത്തി കുറെ ദൂരമൊക്കെ കൊണ്ടുപോകാൻ പാടാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കിതിപ്പോ കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്റെ വീട്ടിൽ പോയി 2 years ആയി. എന്റെ നാട് ഞാൻ ഒത്തിരി മിസ് ചെയ്യാറുണ്ട്. സോ ഇത് പറയുന്ന ടൈമിൽ എന്റെ മൈൻഡ് അവിടെയാണ് എൻ്റെ ഒരുപാട് യാത്രകൾ എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടിക്കാലം തൊട്ടിട്ട് എൻ്റെ അച്ഛൻ എയർഫോഴ്സ് ഓഫീസറായിരുന്നു. ഇപ്പോൾ ഒരു യാത്ര തന്നെ എൻ്റെ ജീവിതം, ഞാൻ ജനിച്ചു തന്നെ ഒരു യാത്രയിൽ തന്നെയാണ്. ഇന്നും യാത്ര ഇങ്ങനെ പോകുന്നു. എൻ്റെ മോളും ആ യാത്രേൻ്റെ ഭാഗമാണ്. ഇങ്ങനെ പോകുന്നു. പക്ഷെ എൻ്റെ ഒരു യാത്ര, എൻ്റെ ഓർമ്മയിൽ അച്ഛൻ്റെ അടുത്ത് ഒരു SD ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്തൊരു SD ഉണ്ടായിരുന്നു. അച്ഛൻ മുമ്പിലിരിക്കും, അമ്മ പിന്നെ എന്നെ ആ ബാക്ക് സീറ്റിൽ എക്സ്ട്രയിൽ ഇട്ടിട്ട് പിന്നെ ഒരു റോപ്പ് എടുത്തിട്ട് കെട്ടു. ബിക്കോസ് യാത്ര തുടങ്ങിയാൽ ഞാൻ അപ്പോൾ ഉറങ്ങിപ്പോകും. അപ്പൊ ഈ ഉറങ്ങാതെ ഇരിക്കാൻ വേണ്ടി അതിന്റെ മുമ്പിൽ അമ്മയുടെ ആ റോപ്പിന്റെ ഇവിടെ അമ്മയുടെ കക്ഷത്തിന്റെ അവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. എവിടെ പോയാലും ഞാൻ ഇങ്ങനെ ആടും. പക്ഷെ ഞാൻ എന്നെ കെട്ടിയിട്ടിട്ടുണ്ടാവും. നമ്മൾ ഇലഹാബാദിലാണ് താമസിക്കുന്നുണ്ടായിരുന്നത്, അവിടുന്ന് കാൺപൂർ. അപ്പോൾ എൻ്റെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ അവിടെയായിരുന്നു. നമ്മളെപ്പോഴും ബൈക്കിലാണ് പോകാറുണ്ടായിരുന്നത്. ഈ 3.5 മണിക്കൂർ അങ്ങോട്ട്, 3.5 മണിക്കൂർ തിരിച്ച്, അവിടെ പോയി 2-3 ദിവസം പോകാം. അപ്പം അങ്ങനെയൊക്കെ കുറേ ആ യാത്രകൾ ഇന്നത്തെ തലമുറയ്ക്ക് തീരെ കിട്ടണില്ല. മനസ്സിലായോ? അത് ഞാൻ എൻ്റെ മോളോട് എപ്പോഴും പറയും. പക്ഷേ എനിക്ക് ഒരു കാര്യം ഈ സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഡയറക്ടർ അനുജിൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ യാത്രയാണ് ജീവിതത്തിൽ, ഒരു മെമ്മറി. അങ്ങനെ തന്നെ നമ്മുടെ ഡയറക്ടറാണ്. ആൻഡ് ഹീസ് ഡൂയിങ് ഫാന്റാസ്റ്റിക് ഫോർ ഹിസ് ചിൽഡ്രൻ. സോ അനു, താങ്ക് യു വൺസ് അഗൈൻ. ഓരോ തവണ ഈ വേദിയിൽ അന്നു വരുമ്പോൾ നമ്മളെ സത്യം പറയാ ഒരു യാത്രയല്ല, ഒരു മെമ്മറി യാത്രയിൽ വിടുന്നത് എപ്പോഴും. അനു, താങ്ക് യു സോ മച്ച് ആൻഡ് ബ്യൂട്ടിഫുള്ളി. ഒന്ന് മാറ്റി പറഞ്ഞോട്ടെ ചേച്ചി, സൗന്ദര്യം പ്ലസ് കോമഡി അല്ല, സൗന്ദര്യമുള്ള സ്ക്രിപ്റ്റ് പ്ലസ് കോമഡി ഈക്വൽ ടു അനു. നീ കൂടുതൽ പറയേണ്ട, വിപിൻ ഇവിടെ വരും, ഹസ്ബൻഡ്. ഓ, പുള്ളി എവിടെ ഇരുന്നോട്ടെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു നല്ല ജേർണിയിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ച് നിർത്തി. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ദിവസം അനു എപ്പിസോഡിന്റെ തുടക്കം വരെ ഒരു ത്രെഡ് ഇട്ട് തരാം, ബാക്കി നമ്മൾ ഇങ്ങനെ പിടിച്ചൊന്ന് പറഞ്ഞു. അതായിരിക്കും രസം. അപ്പൊ എന്തായാലും വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.